ഹലോ. ഹലോ, ആ ലിയാക്കത്താണോ? അതെ, ആരായിരുന്നു? ആ, ഞാൻ നിങ്ങളുടെ ഡിബേറ്റ് ഒക്കെ കാണാറുണ്ട്. ആ ആ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ആ ഞാൻ പിന്നെ ഒരു ലൈഫിൽ സെറ്റ് ബാക്ക് ഒക്കെ വന്നിട്ട് സൂയിസൈഡിനൊക്കെ കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഉം, അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യാൻ പിന്നെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഉം, പക്ഷെ എനിക്കാണെങ്കിൽ കൊല്ലപ്പെടുകയും വേണം. ഉം. അപ്പൊ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബിഗ് ഹെഡിനെ പൂശിക്കളയാം. മനസ്സിലായില്ല. അതായത് നമ്മള് ആ ഏതെങ്കിലും ഒരു തലപ്പത്തുള്ള ആരെങ്കിലും ഒക്കെ ആ ഒരു ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തോ ഞാൻ പറഞ്ഞു താല്പര്യമുള്ള തുടങ്ങിയ ആള്. എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ലൈഫ് എൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു, നല്ല ഉണ്ട്. ഉം, ഞാനിപ്പോ ഉറക്ക ഗുളിക കുടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഉം. ഓർക്ക എന്റെ ഗുളികക്ക് ലൈഫ് ആരാ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത്? സൈക്കാട്രിസ്റ്റ്. ഓക്കെ. ആ, അപ്പോ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും അല്ല, ഒരു അതിന് ഒരു വിശദമായിട്ട് സംസാരിക്കണേ നിങ്ങൾ നാളെ വിളിക്കും. ഞാൻ ഇപ്പൊ ഒരു സ്ലൈഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക. എന്റെ ഞാൻ ശ്രദ്ധ അങ്ങോട്ടോട്ട് ഞാൻ മാറി. നിങ്ങളെ ഭീഷണിപ്പെടുത്തും അതിനൊന്നും വിളിച്ചതല്ല കേട്ടോ. അല്ല, ഞാനൊരു അതൊന്നും എനിക്ക് കൺഫ്യൂഷൻ. കുഴപ്പമില്ല. അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അറിയാം, ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഞാനിപ്പോ 3 മണിക്കൂർ പ്രസന്റേഷൻ ഉണ്ട്. അപ്പൊ അതിന് സ്ലൈഡുകളിൽ അവസാന വട്ടം എനിക്ക് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സമയം എടുക്കും. അതുകൊണ്ടാണ്. ശരി 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 ശരി, ശരി, ഓക്കെ. ബുദ്ധിമുട്ടാണെങ്കിൽ ശരി. എന്നാ ഈവനിങ് വിളിക്കാം കേട്ടോ. പിന്നെ വിളിക്കും. ഹലോ. തിരക്കില്ല? അല്ലല്ല, പറഞ്ഞോളൂ. ആ, ഒരു 5 മിനിറ്റ്സ് തരികയാണെങ്കിൽ കുറച്ച് ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഉം? കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ചല്ല, 2-3 ഡൗട്ട്. ഉം. അറിയാം, പറയാം. നിങ്ങളെ വിലപ്പെട്ട സമയം ബുദ്ധിമുട്ടിക്കാന്ന് അറിയാം. എന്നാലും ഞാൻ മറ്റേ ഈ സൂയിസൈഡ് ടെൻഡൻസി വരുമ്പോഴേ ഉം. നമുക്ക് അത് ചെയ്താലുണ്ടാകുന്ന പിന്നെ ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളുമുണ്ട്. ഉം. പക്ഷെ മറിച്ച് ഒരു കൊലപ്പെടുത്തുന്നതിന് പിന്നെയും റിപ്പന്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ. ഈ സൂയിസൈഡ് ചെയ്യുന്നവന് റിപ്പന്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ. അപ്പോ ഈ നിങ്ങൾ ഒരു അത്യസ്റ്റ് ആണ്. അത് നിങ്ങളൊരു അത്യസ്തിലേക്ക് നിങ്ങളെ അത്ര ബലം നൽകാൻ, കാരണം ഇത്രയും ഭയമില്ലാതെ നിർഭയത്വത്തോടെ ഭാവി ശിക്ഷകളെ കുറിച്ച്, പരലോകത്തെ ശിക്ഷകളെ കുറിച്ച് പേടിയില്ലാണ്ട് നിങ്ങൾ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ ഉം. ഇതിലേതൊക്കെ ആക്ടുകളാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത്? 2-3 കാണിക്കാൻ പറ്റുമോ? ഇതുപോലെ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. മനസ്സിലായില്ല. അത് നിങ്ങളെ ഒരു യുക്തിവാദി ആക്കിയ ഉം. സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതായത് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഞാൻ ആക്ടുകളോ? എന്നെ സംബന്ധിക്കുന്ന കാര്യത്തിലല്ല ഞാൻ വിശ്വാസം വിട്ടത്. എന്റെ ഭയമോ എന്റെ എന്തെങ്കിലും ഒരാവശ്യമോ മുൻനിർത്തിയിട്ട് മതം വിട്ട ആളല്ല. പൊതുവിൽ ഇതിന്റെ അവകാശവാദങ്ങളും ഇതിന്റെ യാഥാർത്ഥ്യം തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നും, ഇത് പൊതുവെ ഒരു മാനവികത എന്ന് പറയുന്ന പൊതു ആശയത്തിന് ഞാനിപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആശയത്തിന് വിരുദ്ധമാണെന്നുള്ളത് കൊണ്ടാണ് മതം. വിരുദ്ധമാണെന്ന് തോന്നാൻ കാരണം കുറെ നിരവധിയായിട്ടുള്ള കാര്യമില്ല. പറഞ്ഞോളൂ. എങ്ങനെ? ഒന്ന് പറയാൻ പറ്റുമോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ? ഞാൻ ശ്രോതാവാണ്. ഞാന് ഒന്നാമത് എന്റെ മനസ്സ് ആദ്യം ഉടക്കിയത് സ്ലേവറിയിലാണ്. ആ, അള്ളാഹു സ്ലേവറി ഇപ്പൊ നിലവിലില്ലല്ലോ. ഇപ്പോഴല്ല, ഖുറാനിലുണ്ടല്ലോ. ആ, മുസ്ലിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടല്ല, ഞാൻ ഖുർആനിലുള്ളത് കണ്ടിട്ടാണ്. മുസ്ലിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കണ്ടിട്ടല്ല ഞാൻ വിശ്വാസം ഉപേക്ഷിച്ചത്. വിശ്വാസികൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിയമം എല്ലാ കാലത്തേക്കുള്ളത് എഴുതപ്പെട്ടിട്ടില്ലേ? ഖുറാൻ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അത് അതെ, ഖുർആനിക നിയമമാണ്. അറിയിക്കപ്പെട്ടതാണ്. ആ അതെ, ഖുറാനിക നിയമം ആ ചില ഖുർആനിക രാജ്യങ്ങൾ നിയമം. പാലിക്കുന്നു, ചില രാജ്യങ്ങളിൽ ഇപ്പൊ കണ്ണിന് കണ്ണ്, അതെ, കാതിന് കാത് അങ്ങനെ എടുക്കുന്നു. അത് ഖുർആനിക നിയമങ്ങൾ ഖുറാനികമല്ല, തിരിച്ചു ശരിയ കൊണ്ടുവരാം നിയമമാണ്. എന്ന്, ശരിയായ നിയമം തിരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ സ്ലേവറി നിയമവിരുദ്ധമാക്കുകയാണ്. അടിമത്തം തിരിച്ചു വരികയാണ്.
ഉം, ഉം. അപ്പൊ അതിന് അവർക്ക് അനുവാദം നൽകുന്നത് ഖുർആനാണ്, അല്ലെ? അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി മാനവികത എന്ന നമ്മളൊക്കെ പൊതുവിൽ അംഗീകരിക്കുന്ന ലക്ഷ്യത്തിന് എതിരാണ്. ഈ അടിമത്തല്ലാണ്ട് വേറെ ഏതെങ്കിലും പറയാനുണ്ടോ? കുറെ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു അവിശ്വാസി അവിശ്വാസി തമ്മിലുള്ള ഭൗതിക കാര്യങ്ങളിലുള്ള വേർതിരിവ്, സ്ത്രീകളോടുള്ള വിവേചനം, അസഹിഷ്ണുത, അക്രമവാസന, കുറെ സാധനങ്ങൾ എത്രയോ ഉണ്ട്. ഈ അക്രമവാസന എവിടേക്കുള്ള പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ? അതേപോലെ ഈ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള ശിക്ഷ, അതിലുള്ള അതിലുള്ള എന്താ പറയാ പ്രാകൃതത്വം, കുറെ കാര്യങ്ങളുണ്ട്. അസഹിഷ്ണുത എവിടെയുള്ളതാണ്? സഹിഷ്ണുത എവിടെയാണ്? ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞു ചെറിയ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നു. അപ്പൊ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷ എന്നുള്ള പറയുമ്പോ അത് എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് ശിക്ഷാരീതിയാണ് നിങ്ങൾ അങ്ങനെയല്ല ഞാൻ വിമർശിക്കുന്നത്? പറഞ്ഞത്. ഇപ്പൊ എന്ത് കാര്യത്തിന്, ഇപ്പം മോഷ്ടാവിന്റെ കൈവെട്ടുക എന്ന് പറയുന്നത് ഒരു ശിക്ഷാരീതിയായിട്ട് ഇന്ന് ഏതെങ്കിലും ലോകത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അത് മാനവികതയ്ക്ക് എതിരാണെന്നുള്ളത് തന്നെയാണ്. അതെ. അതല്ലേ നിയമം ഇസ്ലാമില്? എന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞ മുഹമ്മദ് നബീന്റെ കേസില് നമ്മൾ നീതി നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ഭരണാധികാരിനെ മാറ്റിവെച്ചിട്ട് ആ ശിക്ഷയുടെ കാഠിന്യം ആലോചിച്ചപ്പോ കൈവെട്ട്, ഒരു മനുഷ്യന്റെ കൈ, ജീവനോടുള്ള ഒരു മനുഷ്യന്റെ അവയവം വിച്ഛേദിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷയാണോ? ആ ശിക്ഷ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? അത് കണ്ട് മറ്റുള്ളവർ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു അതിന് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? പിന്നെ ഞാൻ ശരിക്കും വിളിച്ചത്, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തുടക്കം മുതലുള്ള സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് എന്റെ ഒരു ഇൻഡ്യൂഷൻ ആണേ. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ തുടക്കം മുതൽ എന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യ ചെയ്യാൻ പക്ഷെ മതത്തില് അനുവാദം ഇല്ലാത്തതുകൊണ്ട് അത് പേടിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുന്നു. അതേ സമയത്ത് നമ്മൾ ഒരാളെ കൊലപ്പെടുത്തിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഒരു ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെഡിസിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. മനസ്സിലായി. അപ്പോ ഞാൻ ചില സാക്കിർ നായിക്കിന്റെയും ചില ഇതും കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ റിപ്പൻഡൻസ് ഓർ സൂയിസൈഡ് നോക്കുമ്പോൾ നമുക്ക് റിപ്പൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതായത് സൂയിസൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇയാൾക്ക് പിന്നെ തൗബ ചെയ്യാനുള്ള ഒരു അവസരം പിന്നെ വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ തൗബല്ലല്ലോ. തൗബല്ല. അപ്പോ നോക്കുമ്പോ ആളെ കൊന്ന തൗബ ഉണ്ടേനു. 99 ആളെ വധിച്ച ഒരാൾക്ക് 100ാമത്തെ കൊലപാതകത്തിന് മുമ്പ് തൗബ ചെയ്താലും അങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയില്ല. അങ്ങനെ 99ാമത്തെ ആളെ കൊന്ന് 100ാമത്തെ ആളെ കൊന്നിട്ട് പിന്നെ ആ വഴി റിപ്പൻഡൻസിന്റെ വഴിയെ പോയത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗാവകാശിയാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യനെ ധാർമ്മികനാക്കുവോ അധാർമികനാക്കുവോ? ആ ചിന്ത ധാർമ്മികമാണ്. അധാർമികല്ലേ? അതെ. അപ്പൊ ആ അധാർമിക ചിന്തയെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഞാൻ ഒന്നുകൂടി പറയട്ടെ. അതായത് നമ്മൾ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു ഗൂഗിൾ ചെയ്ത് നോക്കുകയായിരുന്നു. ചലഞ്ചിങ് അല്ല, നിങ്ങളൊരു കോമൺ ഭാഷയിൽ സംസാരിച്ചാൽ നമ്മളെ അവിശ്വാസികളെ കണ്ടോടത്ത് വെച്ച് അവസാനിപ്പിക്കാൻ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, തൗബയിലെ 5ാമത്തെ വേഴ്സ്. ആ വേഴ്സ് ഞാന് പിന്നെ റീചെക്ക് ചെയ്യുമ്പോ അതിന്റെ അടിയിൽ വരുന്നത് അത് പിന്നെ ആ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഇറക്കിയ പ്രസ്താവനയാണ്. ആ സമയത്ത് മുസ്ലിങ്ങൾ, അതായത് മുസ്ലിങ്ങൾ അവർ ആ സമയത്ത് മനുഷ്യരോട് കാണിച്ചത് വൃത്തികേടല്ലേ? അല്ല, അതായത് നമ്മുടെ സ്വത്തുകൾ കൊള്ളയടിക്കുകയും നമ്മളെ നേരിടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അത് ഇല്ല. അത് 9:5 അത് ബാധകമല്ല. 9:5 എല്ലാവർക്കും ഉള്ളതാണ്. 9:5 ആകെയുള്ള ഓപ്ഷൻ മുസ്ലിം ആവുക എന്നുള്ളത് മാത്രമാണ്.
കൊള്ളയടിച്ചതിനൊന്നല്ല. പക്ഷെ അത് അങ്ങനെ പറയും. പിന്നെ അത് ഇനി അഥവാ അവര് അത് ചെയ്യാണ്ട പിന്നെ മതത്തിലേക്ക് വരികയാണെങ്കിൽ സ്വീകാര്യപ്പെടുകയും അവര് അത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യണം പറയുന്നുണ്ട്. അപ്പൊ എന്താണ് മതം മാറാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമല്ല ഇവിടെ. മതം മാറുക അല്ലെങ്കിൽ മരിക്കുക അല്ലേ? പക്ഷെ അപ്പോഴും അത് എല്ലാ കാലഘട്ടത്തേക്കും ആണെന്ന് ആണോ? ഞാനതൊന്നും പറഞ്ഞില്ല. ഖുർആൻ എല്ലാ കാലത്തേക്കും ആണെന്ന് നിങ്ങളല്ലേ ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞു. അതെ, അല്ല അങ്ങനെയാണോ ശരിക്കും എനിക്കറിയില്ല. അല്ല, ഖുർആൻ എല്ലാ കാലത്തേക്കുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ എന്നോട്. ഓക്കെ, തീർച്ചയായിട്ടും. നീ ഖുർആൻ ആ വചനം ഇത് എല്ലാ കാലത്തേക്കുള്ള അല്ലാതെ കുറേശ്യകൾക്ക് മാത്രം ബാധകമാണ്, ബാക്കിയുള്ളവർക്കുള്ള നിയമം ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 33:50 മുഹമ്മദ് നബിക്ക് അനുവദിച്ച സ്ത്രീകളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോ അതില് ഏതെങ്കിലും ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീ സ്വന്തം ശരീരം ദാനം ചെയ്യാൻ തയ്യാറായി വന്നാൽ അതും അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അള്ള പറയുന്നുണ്ട് ഇത് സത്യവിശ്വാസികളെ കൂടാതെ മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണെന്ന്. ആ മുസ്ലിങ്ങൾക്ക് ബാക്കി വിശ്വാസികൾക്ക് ബാധകമല്ല, അത് നബിക്ക് മാത്രമുള്ള നിയമമാണെന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ കേസിലൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതിന് സമാനമായ നിയമം വേറെ സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കുകയും ആരാധന അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവും, ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാവും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതെല്ലാ കാലത്തേക്ക് ഒരാളിപ്പോ ഒരു രാജാവ് തീരുമാനിക്കുകയാണ് ഒരു പ്രദേശം കീഴടക്കി അധികാരം പിടിച്ചതിന് ശേഷം അവിടെ ഇനി ശിർക്ക് അനുവദിക്കേണ്ട എന്ന് ആ മുസ്ലിം രാജാവ് തീരുമാനിച്ചാൽ അയാൾക്ക് ഈ ഖുർആൻ വചനം നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും തടസ്സം മതപരമായിട്ടുണ്ടോ? ഇതേമാതിരി ഒരു 4 മാസത്തെ അവധി കൊടുത്ത് 4 മാസത്തിനുള്ളിൽ ഖുർആൻ പഠിച്ച് മുസ്ലിം ആയിക്കൊള്ളണം, അല്ലെങ്കിൽ ആ 4 മാസം കഴിഞ്ഞ് എവിടെ പോയാലും നിങ്ങളെ പിടികൂടി കൊല്ലാം എന്നൊരു രാജാവ് ഖലീഫ ഉത്തരവിട്ടാൽ അത് അങ്ങനെയല്ല, ഇസ്ലാം. അങ്ങനെയാണോ ആ 4 മാസം? അതായത് പവിത്രമാക്കപ്പെട്ട 4 മാസം? ആ മാസമല്ല ഈ മാസം. അതായത് നിങ്ങൾ പറയണത് അറബ് നാടുകളിൽ അന്ന് ഖുറൈശികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങൾ, പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളല്ല ഈ 4 മാസം. നിങ്ങൾ തഫ്സീറുകൾ വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ വേഴ്സിന്റെ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. അത് ആ വിശുദ്ധ മാസമാക്കപ്പെട്ട 4 മാസമല്ല. മുശ്രിക്കീങ്ങൾക്കെതിരെ ഉള്ള ആ യുദ്ധ സമയത്തുള്ള ഒരു ഒന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, യുദ്ധസന്ദർഭം ഇല്ല. 2, മുശ്രിക്കീങ്ങൾക്കെതിരെയാണ്. മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് മാത്രം അവിടെ മാത്രമുള്ളവരല്ല. മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ. തങ്ങന്മാരൊക്കെ ചെയ്യുന്ന ആ വചനം അവതരിച്ചത് ആ കാലഘട്ടത്ത് മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ ഉദ്ദേശിച്ച് തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. പക്ഷെ അത് അവർക്ക് മാത്രം ബാധകമാകാൻ പാടുള്ളൂ എന്ന്, അല്ലെങ്കിൽ വേറൊരു രാജാവ് ഒരു ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ വേറെ ആർക്കും പ്രയോഗിക്കാൻ പാടില്ല എന്ന് ആ വചനത്തിൽ അങ്ങനെ ഒരു നിഷ്കർഷയും ഇല്ല. അതങ്ങനെ പറയാൻ കാരണം വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ആയത്തുകളിൽ ഒരെവിടെയില്ല അങ്ങനെ. ആ വചനം ഖുറൈശികൾക്ക് വേണ്ടി മാത്രമാണ് ഖുർആൻ ആയതിലില്ല. ആ വചനം മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് എതിരെ മാത്രമാണ് എന്ന് ഈ നിയമം ബാധകമാവൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല ഖുർആനിലെ. എന്നത്തേക്കും ഖുർആൻ സർവൈവ് ചെയ്യുന്ന അത്രയും കാലത്തേക്ക് ഉള്ളതാണിത്. അല്ല, അതൊക്കെ ഖുർആൻ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ പറയണത് എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും ഉത്തമമായ നിയമമാണെന്ന്. അങ്ങനെ നിങ്ങൾ എതിർക്കുന്ന മറ്റൊരു നിയമം പറ. ഇത് പിന്നെ കോമൺ ആയിട്ട് എനിക്കും അറിയായിരുന്നു. അതൊന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വേറെ ഒരു എന്തിനാ കുറെ ഇങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണ്. വേറൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഭൂമിയിൽ അള്ളാഹുവിനോട് കാരണം കുഴപ്പമുണ്ടാക്കുക. വിദ്യാഭ്യാസത്തിൽ നിങ്ങളെ പോലുള്ള ഒരാള് ലോകത്ത് പലരും കൂടുതൽ പേരും കൺവേർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ. സുഹൃത്തെ, ആളുകൾ മതം കൊണ്ടു നടക്കണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. നമ്മളെ എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ
മോദിനെ കണ്ടിട്ട് ഇന്ത്യ രാജ്യം മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്, ഇവിടെ മുസ്ലിങ്ങൾ ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഉം. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നണേ? ഒറ്റ തോന്നലിൽ എന്താ തോന്നുന്നു? ഇരട്ടത്താപ്പാണ് സംഭവം. നിരവധി പേര് ഒരാള് മതം മാറുക എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണ്. പല ഉദ്ദേശത്തിൽ മതം മാറുന്നുണ്ട്, തെറ്റിദ്ധരിച്ചിട്ട് മതം മാറുന്നുണ്ട്. ഇതെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഒരാള് മുസ്ലിം ആവാൻ തീരുമാനിക്കുന്നു, മുസ്ലിം ആവുന്നു. അയാൾ ഇസ്ലാം അരച്ച് കലക്കി കുടിച്ചപ്പോ ഒരാള് മുർത്തദ്ദായിട്ട് അല്ലെങ്കിൽ മുർത്തദ്ദാവാൻ വേണ്ടി പഠിച്ച പോലെയാണോ അയാൾ മതം പഠിക്കുക? അല്ല, അതിലൊരു ഇത് വരുന്നത്, ഒരു സെറ്റ് ബാക്ക് വരുന്നത് ഇവിടെ വെച്ച് ഈ അയ്യൂബ് മൗലവി. ഇത് എല്ലാത്തിനും ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാവും. അല്ല, അയ്യൂബ് മൗലവി നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള വളരെയധികം ആയിരുന്ന ഒരാൾ പിന്നീട് ഇതിലേക്ക് വരുന്ന ചെയ്തല്ലോ. ആദ്യം വിശ്വാസിയായിരുന്ന അയാൾ ഭൗതികവാദത്തിലേക്ക് പോയത് എന്തിനാ? ഞാൻ അയ്യൂബിനോട് ചോദിച്ചിട്ടുണ്ട്, പബ്ലിക് മീൻസ് വീഡിയോ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന്, അറിവില്ലാത്തതിന്റെ പേരിലല്ലല്ലോ രണ്ടും സംഭവിക്കുന്നത്, രണ്ടിൽ ഏതോ ഒന്ന് കാപട്യാണ്. അതേതാണ് അയ്യൂബാണ് വിശദീകരിക്കേണ്ടത്. അയ്യൂബ് വിടാനുള്ള കാരണമായിട്ട് പറഞ്ഞ കാരണങ്ങൾക്ക് അയ്യൂബിന് ബോധ്യപ്പെട്ട മറ്റു ഉത്തരങ്ങൾ കിട്ടിയെങ്കിൽ അത് അയ്യൂബ് നാട്ടുകാരോട് പറയണ്ടേ? അയ്യൂബ് കാരണം മുർത്തദ്ദായ എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവരോടെങ്കിലും അയ്യൂബിന് ഉത്തരവാദിത്തല്ലേ? ധാർമ്മികമായ ഉത്തരവാദിത്തല്ലേ? തീർച്ചയായിട്ടും. അത് അയ്യൂബ് വിശദീകരിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ അപ്പൊ പറയാം. ഇതുവരെ അയ്യൂബ് എവിടെയും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, ഒരു ചോദ്യം പുള്ളിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ വിശദമായ ഉത്തരം പറയുന്നില്ല. തീർച്ചയായിട്ടും അതൊരു മനസ്സിലാവുന്ന ഒരു കോമൺ ഒരു മനുഷ്യന് മനസ്സിലാവുന്ന. വേറൊരു സങ്കല്പം ആലോചിച്ച് നോക്കാം. ഞാൻ ഇന്നലെ മുതൽ അയ്യൂബിന്റെ വ്യക്തിക്കെതിരെ ആരോപിക്കല്ല കേട്ടോ. അപ്പൊ ഇജ്ജ് നാളെ മുർത്തദ്ദായി എന്ന് വിചാരിച്ചോ, ഉള്ള സങ്കല്പമാണ്. നിനക്ക് കല്യാണം കഴിഞ്ഞ 3 കുട്ടികളുണ്ട്. അപ്പൊ ഈ ഭാര്യയും കുട്ടികളും വിശ്വാസികളാണ്. നീ ഒരു ആവേശത്തിൽ, ഇതൊക്കെ മനസ്സിലായ ഒരു ആവേശത്തിൽ നീ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു, ആളുകൾ നിന്നെ മുർത്തദ്ദായി പ്രഖ്യാപിച്ചു. മുർത്തദ്ദുകൾ അയാളെ ആവേശത്തോടെ കൊണ്ടു നടന്നു. അയാള് ശക്തമായിട്ട് ഇസ്ലാമിനെതിരെ വിമർശിച്ച് അങ്ങനെ കുറച്ചുകാലം മുന്നോട്ട് പോയി. കുറച്ചുകാലം മുന്നോട്ട് പോകുമ്പോൾ ഇയാൾക്ക് അതേ സമയത്ത് കുട്ടികളും കുടുംബവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, സ്നേഹമാണ്. അപ്പൊ ഈ കുടുംബം ഒന്നടങ്കം ഒരു ഉപാധി വെക്കണം, നിങ്ങളെ കൂടെ ജീവിക്കണം, തിരിച്ചു വരണം. അങ്ങനെ നോക്കുമ്പോ അയാള് കുട്ടികളുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം. അതില്ലാന്ന് പറഞ്ഞാൽ അതിപ്പോ പിന്നെ തിരിച്ചു പോയാലും നീ തിരിച്ച് ഷഹാദത്ത് കലിമ ഇല്ലാലും നിനക്കറിയതൊക്കെ ശരിയാ തരികിടാന്നുള്ളത്. ആ അവസ്ഥയിൽ നിനക്ക് പക്ഷെ നിന്റെ കുടുംബം, കുട്ടികളും സമാധാനവും സന്തോഷം കിട്ടുകയും ചെയ്യും. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ആ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അതല്ല, ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഇപ്പൊ ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ എഴുതപ്പെട്ടുള്ളതാണ്. അപ്പോ എവിടെ എഴുതപ്പെട്ടു? അല്ല, ജൂതരെ പൊതുവെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ ആ ജൂതരെതിരെ പറയാൻ കാരണം ഇവര് പിൻകാലത്ത് ഇവർ നെതന്യാഹു ചെയ്യുന്ന കർമ്മങ്ങളും കാര്യങ്ങളും ഇതൊക്കെ മുഹമ്മദ് നബി ഉണ്ടാക്കി വെച്ച ഫിത്തനയാണ് സുഹൃത്തെ. ഇതെങ്ങനെ സംഭവിച്ചറിയോ? ഇപ്പൊ ഈ ജൂതന്മാർ ഇസ്ലാമുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻ വരുന്നത് എവിടുന്നാ? മുഹമ്മദ് നബി മക്കയിൽ പരിശ്രമിച്ചിട്ട് ഖുറൈശികളുടെ ദൈവമായ അള്ളാഹു, ആ അള്ളാഹുവിനെ മുൻനിർത്തി ഇസ്ലാമിലേക്ക്, അങ്ങനെ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ആദർശം പറയുകയും ഒരു ഏകദൈവ വിശ്വാസം പറയുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ട് 13 കൊല്ലം കൊണ്ട് എത്ര ആളുണ്ടായി? 250 ആളോ? അത് താഴെയാണ്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മതത്തിന്റെ വ്യാപനം, പിന്നെ ഖദീജ മരിച്ചു, അബു താലിബ് മരിച്ചു ഒരേ വർഷം. അപ്പൊ പിന്നെ അവിടുന്ന് റീസെറ്റിൽ ചെയ്യാൻ പുള്ളി തീരുമാനിച്ചു. അതിനിടയിൽ മുഹമ്മദിന് പ്രതീക്ഷ നൽകിയ ഒരു ഏരിയ ആയിരുന്നു മദീന. മദീനയുള്ള ചില ഗോത്രങ്ങളിലെ ചില നേതാക്കന്മാരൊക്കെ ആയിട്ട് മുഹമ്മദ് സഖ്യം പോലെ ഉണ്ടാക്കി.
ഉം. ഒരു ധാരണ ഉണ്ടാക്കി, സഖ്യമുള്ള ധാരണ ഉണ്ടാക്കി. ഉം. അവിടെയാണെങ്കിൽ കുറെ പേര് മുഹമ്മദ് നബിയെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഉം. മുഹമ്മദ് നബീന്റെ ആദർശം ഇഷ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് പേര് ഉണ്ടാവും ചെയ്തു. ഉം. അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഉം. മദീനയുടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ മദീനയുടെ പോപ്പുലേഷനിലെ പ്രബല വിഭാഗം എന്ന് പറയുന്നത് ജൂതഗോത്രങ്ങളാണ്. ഉം. ഈ ജൂതഗോത്രങ്ങളുടെ ഗ്രന്ഥത്തിലേക്ക് മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമയാണ് പിന്നത്തെ 2 കൊല്ലം മദീനയിൽ നടക്കുന്നത്. ഉം. ഈ മില്ലത്ത് ഇബ്രാഹിം ഒക്കെ അവിടുന്ന് വരുന്നതാണ്. ഉം. അപ്പം അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബീനെ അള്ളാഹു ആകാശയാത്ര കൊണ്ടുണ്ട്. ഉം. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണ്ടോ? ഉം. അപ്പൊ ഇല്ലട്ടോ. അപ്പോ മുഹമ്മദ് നബീനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഉം. മുഹമ്മദ് നബിനെ കൊണ്ടാൻ വേണ്ടി അള്ള എന്താ ചെയ്യണ അറിയോ? ഉം. ബുറാഖ് എന്നൊരു ഉം. ഉം. വാഹനത്തിന്റെ ലോജിക്കൊക്കെ നമുക്ക് വിടാം. ഉം. മുഹമ്മദ് നബീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കഅബയുടെ ഈ പല ഹദീസുകളുടെയും വിശദീകരണങ്ങളുടെയും കഥയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് കഅബയാണ് ഭൂമിയുടെ സെന്റർ എന്നല്ലേ. ഉം. അതേമാതിരി അള്ളാഹുവിന്റെ അർശ് കഅബയുടെ ഏറ്റവും മുകളിലാണെന്നല്ലേ. ഉം. കഅബക്ക് നേരെ മുകളിലാണ്. ഉം. അവിടെ ഒരു പള്ളിയും മയറും ഒക്കെ ഉണ്ട്. ഉം. അപ്പൊ ഈ നേരെ മേലത്തേക്ക് പൊക്കി അള്ളാന്റെ അടുത്ത് എത്തുന്നിരിക്കെ ഉം. ഹറമെന്ന് അന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കുന്നിൻ ചെരുവിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? അതായത് മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. മനസ്സിൽ വെറുതെ വെച്ചാൽ മതി, ഉത്തരം പറയണ്ട. ഉം. മസ്ജിദുൽ അക്സ എന്ന് ഇവരിപ്പോ പറയുന്ന ഈ പ്രദേശം ഈ പറയുന്ന ജൂതന്മാരുടെ പുണ്യസ്ഥലം, ഉം. അവരുടെ ഹോളി ലാൻഡ് ആയിട്ട് അവർ കാണുന്ന സ്ഥലം. ഉം. അവിടുന്ന് അങ്ങനെ നേരം ആകാശത്തേക്ക് പോകുന്നു. ഉം. ആകാശത്ത് നിന്നുള്ള സമ്മാനം കൊടുത്തത് എന്താ? നിസ്കാരം. ഉം. ആ നിസ്കാരം കൊണ്ട് നബി ഇറങ്ങി വരുമ്പോ കുറെ പ്രവാചകന്മാരൊക്കെ ഉണ്ട്. ഉം. തടഞ്ഞു നിർത്തിയിട്ട് വിശേഷം ചോദിക്കണ ആരാ? മൂസാ നബി. ഉം. മൂസാ നബി ആരാ? മോസസ് ആരാ? ജൂതന്മാരുടെ പ്രവാചകൻ. ഉം. എന്നിട്ട് മൂസാ നബി മുഹമ്മദ് നബിക്ക് വേണ്ടി ഇടപെടുകയും സംസാരിക്കുകയും മുഹമ്മദ് നബിന്റെ അനുയായികളെ ആലോചിച്ചിട്ട് വിഷമിക്കുകയും ഉമ്മത്തിന് വേണ്ടിയിട്ട് സഹായം എന്നുള്ള രീതിയിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യാണ്. ഈ നിസ്കാരം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒന്ന് കുറക്കാൻ വേണ്ടി അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് ഉം. ഇങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പോകും. അങ്ങനെ 9 തവണ പോയി വന്നു എന്നും അത് വഴിയാണ് നിസ്കാരം 5 അപ്പത്തായി ചുരുങ്ങിയതെന്നും പറയുന്നു. ഉം. സമ്മാനം കിട്ടിയ നിസ്കാരം ജൂതന്മാരുടെ ആരാധനയാണ്. ഉം. വഴി തടഞ്ഞ് സഹായിച്ചത് ജൂതന്മാരുടെ പ്രവാചകനാണ്. പോകാൻ തെരഞ്ഞെടുത്ത സ്ഥലം ജൂതന്മാരുടെ വിശുദ്ധ സ്ഥലമാണ്. അപ്പൊ ഇത് മദീനയിൽ ചെന്നിട്ട് ജൂതന്മാരോട് ഇസ്ലാം പ്രബോധനം ചെയ്യുമ്പോൾ അവരുടെ സെന്റിമെന്റ്സിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ചെയ്ത ഒരു ഡ്രാമ മാത്രമാണ്. ഉം. മനസ്സിലായോ? ഉം. അതാണ് ഇതിന്റെ കാര്യം. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത് മറന്നുപോയി. ഞാൻ നടന്നത് അപ്പൊ ഇത് ഗസ ഇങ്ങനെയാണ്. ഗസ 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 ഗസ. ആ ഉം. അത് അന്ന് ആ ഫിത്തന മുഹമ്മദ് ചെയ്തത് കൊണ്ട് ആ കുതന്ത്രം പ്രയോഗിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഗസയും ഇസ്ലാമുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. മനസ്സിലായോ? ഗസ എന്ന് പറഞ്ഞത് കേവലം ഗസ അല്ലല്ലോ. ഗസയുടെ പിന്നിലെ കഥയില് ഈ പറയപ്പെടുന്ന ഖുദ്സിന്റെ മോചനം എന്നൊരു ഇസ്ലാമിക് കൺസെപ്റ്റ് ഇല്ലേ? ഉം. അവിടെ അള്ളാഹുവിന്റെ ഭവനം മാത്രമായിട്ട് ആ പള്ളി പുനഃസ്ഥാപിക്കണം എന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ? ഉം. ജൂതന്മാർക്ക് അത് അവരുടെ പുണ്യസ്ഥലാണ്. ഉം. ആ കോൺഫ്ലിക്റ്റിന്റെ ഉത്തരവാദിത്തത്തിൽ മുഹമ്മദ് നബിക്കും പങ്കില്ലേ? അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് മാത്രമേ പങ്കുള്ളൂ? ഉം. കാരണം മുഹമ്മദ് നബിന്റെ ഇസ്ലാമില് അന്ന് പൊളിഞ്ഞു കിടന്ന ആ കുന്നിൻ ചെരുവിന് യാതൊരു സ്ഥാനവുമില്ല. വെറുതെ ആ പോക്കിന്നുണ്ടായ ഫിത്തനയാണ് ഇതൊക്കെ. ആ കാലത്ത് എത്രത്തോളം വെച്ചാൽ ജെറുസലേമിൽ അല്ല ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചിരുന്നത്. കാബന്റെ അടുത്ത് പോയി നിന്നിട്ട് ഉം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. ഉം. എന്നിട്ട് ആ ഇത് വീണ്ടും തിരിച്ച് കിബിലയിലേക്ക് ആക്കി ജൂതന്മാരുടെ അടുത്ത് ഈ കലാപരിപാടി ഒന്നും നടക്കൂല ഉം. എന്ന് മനസ്സിലായി ജൂതന്മാര് മുഹമ്മദിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞപ്പോഴാണ്, ജൂതന്മാരുമായിട്ടുള്ള സംഘർഷങ്ങൾ തുടങ്ങിയപ്പോഴാണ് വീണ്ടും നിസ്കാരം കഅബയിലേക്ക് തിരിക്കുന്നത്. വീണ്ടും നിസ്കാരം എന്നല്ല, അപ്പോഴാണ് ആദ്യമായിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്.
മനസ്സിലായോ? അപ്പൊ ചരിത്രത്തിൽ വേറെ അന്വേഷിച്ച് പോയി അങ്ങനെ കുറെ കഥകളുണ്ട് വരാം. അപ്പൊ അതൊന്നും വലിയ സംഭവമല്ല. അല്ല, റീസെന്റ് ആയിട്ട് അതിൽ പറയപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു. ഏത് പിന്നെ ഗസ നടക്കുന്നു. ഗസയുടെ ഗസ് ഒന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഇതിൽ പറയാം, ഹദീസിൽ അങ്ങനെ എന്തോരം കഥകളുണ്ട്. ഇത് പറയുന്ന ഈ ഹദീസ് ഇങ്ങനെ പറയുന്നവര് ഇതേ സമയത്ത് പിന്നെ ഗസയിൽ ഈ സാധനം ഹദീസിന്റെ അടുത്ത് വിമർശിക്കും, പിന്നെ പിന്നെ എന്താ പറയുക, ഇതൊരു പ്രവചനമായിട്ട് പറയുന്നവരെ ഉം, ഗസ്വത്തുൽ ഹിന്ദിനെ കുറിച്ച് എന്താ പറയുക? അത് ഹദീസിലില്ലേ? അല്ല, ഞാൻ അത്ര ഡീപ്പായിട്ട് പഠിക്കാത്തല്ലോ. അപ്പൊ അത് പറഞ്ഞ അവർക്ക് ഭയങ്കര ബേജാറാണ്. ഇന്ത്യയെ ഇന്ത്യ ആക്രമിക്കുക, പിടിച്ചടക്കുക എന്ന് പറയുന്നത് അത് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല. അതേ സമയത്ത് ഇങ്ങനത്തെ പ്രവചനങ്ങൾ അവിടെ എന്തെങ്കിലും സമ്മതിക്കും വേണം. അതാണ് പ്രശ്നം. അല്ല, അങ്ങനെ ഒരു ഇതുണ്ടോ ശരിക്കും? ഗസ്വത്തുൽ ഹിന്ദ് ഉണ്ടല്ലോ. അത് അതിന്റെ ഏത് കാലത്ത് അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടാണ്? അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിലൊന്നും വലിയ കഥ അറിയാം. അപ്പൊ നിങ്ങൾ ഈ ബാക്കി എന്താണ് ഇപ്പൊ കൊല്ലുന്നതിനെയും ചാവുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ സമാധാനം കിട്ടാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചിട്ട് അത് ചെയ്തോളി. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് മുട്ടതെന്നൊരു എനിക്ക് തീരെ ഒരു ഭയമില്ല. എനിക്കിനി ഈ മരണശേഷം അത് നമ്മൾ ഉണ്ടാവുന്ന സത്യം ബോധ്യപ്പെട്ട സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ധൈര്യമാണ്. നമ്മള് കള്ളം പറയുന്നില്ല, കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പോ അതുകൊണ്ട് പിന്നെ സത്യം നമ്മൾ അത്രയും ഇപ്പൊ നിങ്ങൾ മുറുകെ ഈ പറഞ്ഞ ഈ പിടിക്കുമ്പോഴേ കുടുംബം അത് എന്ന് ആ പേടി ഇല്ല പറയുന്നത് എന്നാണ് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ പേടി ഉണ്ടെങ്കിൽ ഞാനും ചിലപ്പോൾ തിരിച്ച് ഇസ്ലാമിക്ക് പോയിട്ടുണ്ടാവും പണ്ട്. അതാണ് ഞങ്ങളോട് ചോദിച്ചത്. ആ പേടിയിൽ നിന്ന് മുക്തനാവുമ്പോഴേ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തരത്തിലെ പേടിയിൽ അകപ്പെട്ടു പോയവൻ ഇപ്പൊ ഇഡി വരും എന്ന് പിന്നെ കാന്തപുരത്തിനോട് സ്വകാര്യം പറഞ്ഞ കാന്തപുരം ചിലപ്പോ ഇന്നലെ വരെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരും. അങ്ങനെയാണല്ലോ അത്. ഭയം മനുഷ്യനെ തടവിലാക്കും. സത്യം ഭയരാഹിത്യത്തിലേക്കും ഭയരാഹിത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കും. അങ്ങനെ മനസ്സിലാക്കുക. കുറച്ചുകൂടെ യങ്ങാണ്, കുറച്ചും കൂടെ ഇതാണ്. പക്ഷെ ഒരു മുട്ടതാവുന്നതിൽ യാതൊരു ഭയവും ഒരു ഇല്ല, പേടിയും കാണിക്കുന്നു. എന്നെ ഭയപ്പെടുത്താൻ ആവോളം നോക്കുന്നുണ്ട് പല രീതിയില്. പക്ഷെ എന്തോ എനിക്ക് ഭയം വന്നാലല്ലേ, ഇപ്പൊ ഭയം നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇതില് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു അഗേൻസ്റ്റ് ഒരു വധഭീഷണി നടത്തുന്നു, അപ്പൊ നിങ്ങൾ ഭയക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതല്ലാണ്ട് നിങ്ങൾ കുറച്ചു അല്ല, കാലെങ്കിലും ഈ സംഭവം പഠിച്ച ആര് ആൾക്കാരല്ലേ. വധഭീഷണി പയറ്റുന്നാലോ. അപ്പൊ ഞാൻ പറഞ്ഞത് നിന്റെ സംസാരത്തിന്റെ തുടക്കം മുതല് എനിക്ക് ഒരു അപാകത തോന്നിയത് നീ കാര്യം പോയിന്റ് പറയുന്നതിൽ അത് എനിക്ക് സെൻസ് ചെയ്ത ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞത്. ഉം, അതുകൊണ്ടാണ് ഇന്നിപ്പോ എന്നോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഒരാള് എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉം, ഉം, ഞാൻ അതിന് പേടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാം. ഉം, ഉം. അങ്ങനെ പേടിയില്ല. അതിപ്പോ ഇനി പിന്നെ എന്താ പറയാ, സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്ന ഒരാള് എന്നോട് വിളിച്ചിട്ട് പറയാണ് നിങ്ങളെ ഒരാളെ കൊന്നാല് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ആണ് തോന്നുന്നതെന്ന് പറഞ്ഞാല് എനിക്കങ്ങനെ അങ്ങനത്തെ നമുക്കൊരു പേടി വന്നാലല്ലേ, പേടി വരണ്ടേ. അല്ലല്ല, ഞാൻ നിങ്ങളെ കൊല്ലുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല. അല്ല, ഞാൻ പറയാ, ആ, ഉം, മനസ്സിലായോ? ഉം. പൊതുവിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതല്ല, എനിക്ക് ഇതിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് അത് കഴിഞ്ഞാല് ഇസ്ലാമിന്റെ, ഞാൻ പറയട്ടെ, അത് ഇസ്ലാമിന്റെ പൊള്ളത്തരത്തിന്റെ തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനം. എന്ത് ആത്മഹത്യ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പശ്ചാത്താപമില്ല, അത് 100 ആളെ കൊന്ന പശ്ചാത്താപം ഉണ്ട് പറഞ്ഞാൽ ഇസ്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നുള്ള തെളിവാണ്. കൊല്ലുന്നവന് പ്രത്യേക ഇളവും സ്വയം മരിക്കുന്നവന് പിന്നെ ഞാൻ ജീവിച്ചിരുന്നാൽ 100 ആളെ കൊന്നുകളയും എന്ന് അത് പേടിച്ചിട്ട് ഒരാൾ നമ്മൾ ആത്മഹത്യ ചെയ്താലോ? പ്രത്യേകം അങ്ങനെ ഗൂഗിൾ ചെയ്യുമ്പോ മോസ്റ്റ് ഇതെന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോ അതിൽ ഈ മർഡർ ചെയ്ത ആൾക്ക് വീണ്ടും റിപ്പൻഡൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോലും കിട്ടുന്നുണ്ട്. ഈ റിപ്പൻഡൻസ്, ഇസ്ലാമിലെ റിപ്പൻഡൻസിന്റെ കഥ വലിയ പ്രശ്നമാണ്. ഇപ്പം ഇസ്ലാമിന്റെ ശിക്ഷകളും ഇസ്ലാമിന്റെ ധർമാധർമ്മ സങ്കല്പം തന്നെ ഭയങ്കര കോമഡിയാണ്. ഇസ്ലാമിലുള്ള ആളുകളെ സംബന്ധിച്ച് ദായിമാരെന്തോ മഹാസംഭവം വിചാരിക്കും. ഇനിയിപ്പോ ഇവിടുന്ന് കൊല്ലാതെയും ചാവാതെയും ഒക്കെ അവിടെ എത്തി, ഈമാന് പിന്നെ പൂർത്തിയായിട്ട് അവിടെ എത്തി എന്ന് വിചാരിച്ചോ. എന്നിട്ട് എന്താ അവിടെ ഉള്ളത്?
ഇത് സ്വർഗം. എന്താ സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിൽ എന്താ ഉള്ളത്? എന്തിനാ സ്വർഗത്തിൽ പോണേ? പൂർലിംഗം ഉണ്ടാവും. ഹൂർലിങ്ങളെ കിട്ടിയിട്ട് എന്തിനാ? എന്നിട്ട് അന്ന് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു അപ്പൊ ഒരു വികാരം മനുഷ്യന്റെ ചിന്തിക്കാൻ. ഭൗതികമായിട്ട് ഈ ലോകത്തെ മനുഷ്യന്റെ വൈകാരികതയെ ശമിപ്പിക്കാനാണോ ദൈവം സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നത്? അതിന് അങ്ങനെയും കണ്ടുകൂടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ ഇതുണ്ട്. അതിനൊരു ക്ലോസ് എന്താന്ന് വെച്ച് ഉം, ഒരു ക്ലോസ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. ഇവിടം ഒരു തരത്തിലും ഒരു ഒരു പിന്നെ സുഖ സൗകര്യമോ ജീവിത സാഹചര്യമോ ഒരു ധനാഢ്യനോ അല്ലാണ്ട് ജീവിച്ച് ആയിക്കോട്ടെ. നരകിച്ച് ജീവിച്ച് മരിച്ച ഒരാൾക്ക് പിന്നെ ഒരു ഓപ്ഷൻ വേണ്ടേ? ഇവിടെ 4 കല്യാണം കഴിച്ച് 1000 അടിമ സ്ത്രീകളെ വാങ്ങി വീടിന്റെ 4 ഭാഗം ഗ്രാമത്തിൽ താമസിപ്പിച്ചിട്ട് ദിവസം 5, 6, 7 തവണ ലൈംഗികാസ്വാദനം നടത്തി ഇബാദത്ത് ചെയ്ത് ഷിർക്ക് ചെയ്യാതെ എല്ലാ സുഖാസ്വാദനവും നടത്തി, എന്നാൽ അള്ള പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിബന്ധനകളും ഒക്കെ പാലിച്ച് ജീവിച്ച മനുഷ്യന് ഇയാൾക്ക് അവിടെ എന്താ കിട്ടുക? 72 ഹൂറിയോ? എന്താണ് സ്വർഗത്തിലുള്ളത്? സ്വർഗം പോലെ, ഈ ഇസ്ലാമിൽ പറയുന്ന സ്വർഗം പോലെ അർത്ഥശൂന്യമായ ഒരു സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കൺസെപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ കാരണം നിങ്ങൾ പറയും എന്താ സ്വർഗത്തിന്റെ അട്രാക്ഷൻ? 72 പെണ്ണുങ്ങളോ? ഇനി 72 ഹൂറിമാരുണ്ടാന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കല്ലേ? 72 ഹൂറിമാര് ഇങ്ങനെ ജിഹാദിൽ മരിച്ച് പോരാളികൾക്കല്ലേ, ഷഹീദായ പോരാളിക്കല്ലേ കൺഫർമേഷൻ ഉള്ളൂ? 72 ഉണ്ടെന്ന് ഉറപ്പുള്ളൂ? അല്ലാത്തവർക്കുണ്ടോ? അല്ല. ഈമാനോടെ മരിക്കുന്നവർക്കൊക്കെ സ്വർഗം കിട്ടുന്നവർക്കൊക്കെ സ്വർഗം കിട്ടും. ഇനി സ്വർഗീയാനുഭവം സ്വർഗത്തിൽ കിട്ടും. എല്ലാവർക്കും ഒരേ ദർജയാണോ? സ്വർഗത്തിലെ അസന്തുലിതാവസ്ഥയും അസമത്വം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലെ ഉയർന്ന ദർജക്കാരനും താഴ്ന്ന ദർജക്കാരനും തമ്മിൽ അന്തരല്ലേ? അവന്റെ അവര് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾ ദരിദ്രനല്ലേ? ഇതെന്താ അറിയോ? യാതൊരു തരത്തിലും കിളി ഇല്ലാത്തൊരവസ്ഥയിൽ ആരോ പറഞ്ഞു കൂട്ടി എന്തോ സാധനമാണ്. നമ്മൾ സാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട്. നമ്മുടെ ലോജിക്ക്, നമ്മുടെ ബുദ്ധി, അറിവ്, വിവരം, വിവേകം, ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് ഇസ്ലാം പരിശോധിച്ചാല് നമ്മൾ ഈ എന്താ പറയാ വിക്രമനും മുത്തും കുട്ടൂസനും ഡാഗിനിയും ഒക്കെ കേൾക്കുന്ന ഒരു ഫീൽ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രശ്നം. അല്ല, അതിനെ ക്രോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകൾ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ശക്തമായി ആ ആളുകൾ കമ്മ്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടായതല്ല, ആ കമ്മ്യൂണിറ്റി ഈ പറഞ്ഞ പേടിയും പ്രലോഭനവും ഭീഷണിയും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ നിലനിർത്തുന്നതാണ്. ഭയം കൊണ്ടുണ്ടാക്കിയ കാലം കഴിഞ്ഞു. ഭയത്തിൽ നിന്ന് പിന്നീട് അങ്ങനത്തെ ഒരു ഉടലെടുക്കുകയും കാലത്ത് ഭയം പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തിയിട്ട് ആളുകളെ ഇതിനകത്ത് കീഴ്പ്പെടുത്തുകയും അങ്ങനെ വന്ന ആളുകളെ ആ ഭയത്തിൽ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്നെന്തിനാ നിയമം? അങ്ങനുണ്ട് പറയുണ്ടോ? പിന്നെ എന്തിനാ ആ ഒരാള് അപ്പോസ്റ്റസി ആ ആ ആ ആ ആ ഒരാള് അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, അയാൾ ഒരാളുടെ ബോധ്യത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലേ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ അയാളെ കൊല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. ഉം, ഉം. അവിടത്തേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ മറ്റോടത്ത് കൂടി പോവാം. പറഞ്ഞോ. അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഒരാളുടെ ബോധ്യം അല്ലെങ്കിൽ ഒരാളുടെ ബോധ്യപ്പെടായ്മ അത് ഒരാളെ കൊല്ലാനുള്ള കാരണമാണോ? അയാൾ സത്യത്തെ നിഷേധിക്കുകയാണെന്നുള്ള ഒരു ഇതാണ് അവിടെ വരുന്നത്. സത്യം എപ്പോഴാ ഒരു കാര്യം സത്യമാവണത്? നിനക്കൊരു കാര്യം സത്യമാവുന്ന നിനക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നിനക്കത് സത്യമാവണത്, അല്ലേ?
അതെ. അത് സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെടാത്ത കാലത്തോളം അത് നിന്റെ സത്യമേ അല്ല. എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം നിനക്ക് ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ ഞാൻ നിന്നെ കൊല്ല്. ഇതെന്ത് ചിന്തയാണ്? എന്ത് മതമാണിത്? എന്ത് ആത്മീയതയാണിത്? ഞാൻ പറയട്ടെ, ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇത്തരം സങ്കുചിതമായിട്ടുള്ള ഒരു ഗോത്ര നിയമമാണ്. പാണ്ടിപ്പടാർന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൽ ഷഹാദത്ത് കലിമ ചൊല്ലണ രംഗം അറിയോ? ദിലീപ് പാണ്ടിപ്പടി പാണ്ടിപ്പടലോ? ഷഹാദത്ത് പാണ്ടിപ്പടയുടെ കലിമ അവിടെ ചെന്നിട്ട് പിന്നെ ദിലീപ് ആ ഇങ്ങനെ എൻ ആ, ഉടലണ്ണനുക്ക് എൻ ഉയരണ്ണനുക്ക് ഓക്കെ. ഞാൻ ഏതാവത് തപ്പ് പണ്ണ എൻ സാവ് അണ്ണൻ കയ്യാലെ എത്തിക്കറേ എന്ന് പറഞ്ഞിട്ടൊരു വാളിന്റെ മുകളിൽ നിന്ന് കുറച്ച് ചോരയാക്കിയിട്ട് അല്ലേ? അതേപോലത്തെ ഒരു ഷഹാദത്തല്ലേ ഇത്? ആ ഗ്രൂപ്പ് വിട്ടുപോയ അണ്ണന്റെ ആൾക്കാർ പോയിട്ടാണ് ഈ പോയനെ പിടിച്ച് കൊല്ലും. എന്തല്ലേ കഥ? ഇതല്ലേ ഇസ്ലാം? ആ പാണ്ടിപ്പടയിലെ ആ ഒരു പിന്നെ എന്താണ് പ്രകാശ് രാജ് അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ റോളിലാണ് ഇസ്ലാമിൽ മുഹമ്മദ് ഉള്ളത്. ഇതാണ് മക്കയിൽ മദീനയുടെ പരിസരത്ത് മുഹമ്മദ് നബി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം. ബദർ കഴിഞ്ഞു വന്നതിന് ശേഷം മുഹമ്മദ് നബിയെ കുറിച്ച് ആ പരിസരത്തുള്ള ആളുകൾക്ക് ഭയം ഉണ്ടായി എന്നാണ്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭയത്തിന്റെ അവസരം മുതലെടുത്തിട്ട് തന്നെ വിമർശിച്ച ആളുകളെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് നബി ആളുകളെ, സംഘങ്ങളെ, വ്യക്തികളെ, കൂട്ടങ്ങളെ നിയോഗിച്ചു എന്നാണ്. അതിൽ പലതും ചതിച്ചു കൊന്നു, ഉറക്കത്തിൽ കിടന്നു കൊന്നു. ഇപ്പൊ ഉറങ്ങിക്കിടക്കുമ്പോ കുത്തി കൊന്നു എന്നൊക്കെ പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കുങ്ങള്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ ഒരു മദീനയിലെ രാജാവായിരുന്നു മുഹമ്മദ് നബി എന്നാണല്ലോ കഥ. ഒരു രാജ്യത്തെ രാജാവ് ഒരു പൗരനെ വധശിക്ഷക്ക് വിധേയനാക്കണമെങ്കിൽ ഓന് ഉറങ്ങിക്കിടക്കുമ്പോ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ആളെ പറഞ്ഞേക്കോ? അതോ നിയമത്തിന്റെ വഴികളിലൂടെ അയാളെ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പിലാക്കുവോ? മുഹമ്മദ് നബി ചതിച്ചു കൊല്ലാൻ അനുവാദം കൊടുത്ത് എത്ര ആളുണ്ടെന്ന് ചോദിച്ചു നോക്കി നിങ്ങള്. ഇപ്പൊ കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ട്? നബി സദസ്സിൽ ചോദിക്കണേ, കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ട്? അപ്പൊ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നു. ആ സഹാബിയാണ് ഈ കഅബുമായിട്ട് ഒരു മുലകുടി ബന്ധോ ഒക്കെ ഉള്ള എന്തോ സഹാബിയാണ്, അല്ലെങ്കിൽ അയാളുടെ സുഹൃത്ത്. പക്ഷെ കൊല്ലാൻ പോകുമ്പോ ഈ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരനെ കൂടെ കൂട്ടിയിട്ടാണ് പോണത്. അപ്പൊ ഈ ഞാൻ കൊന്നോളാം എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് സമ്മതിച്ചപ്പോ അവര് പറഞ്ഞ കണ്ടീഷൻ, എനിക്ക് കുറച്ച് ചില ചതിവാക്കുകൾ പറയാൻ എനിക്ക് അനുവാദം തരണം എന്നാണ്. നുണ പറയാൻ അനുവാദം വേണമെന്ന്. അയാളെ കൊല്ലാൻ വേണ്ടി ചതിച്ച് ഇറക്കുക. നിങ്ങള് അങ്ങനെയാണ് കൊല്ലുന്നത്. ഈ ഫാറൂഖ് എന്ന് പറയുന്ന കോയമ്പത്തൂര് കൊല ചെയ്യപ്പെട്ട ഒരു മുർത്തതുണ്ട്. അയാളെ കൊന്നത് അയാളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കള് പെട്രോൾ തീർന്നടാ എന്ന് വരുവോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ്. എവിടുന്ന ഈ മാതൃക? കഅബ് ബിൻ അഷ്റഫിന്റെ കൊലയാണ് മാതൃക. അപ്പൊ നമ്മള് അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തുന്ന സൗഹൃദ വലയങ്ങളിൽ നിന്ന് പോലും ഒരു പക്ഷെ ഇത്തരം ഒരു സംഭവം എനിക്കുണ്ടാവാം എന്ന ബോധമുള്ള ആളാണ്. കാരണം ഇതിന് മാതൃക ഉണ്ട്. നിങ്ങൾ ഇത്രയും സംസാരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വരുന്നു, ഇയാൾക്ക് ഇതൊരു ഭയമില്ല, ഇയാള് ഭയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഭയം നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കണത് അതുകൊണ്ടാണ്. എന്താ ചെയ്യാ? പേടിയില്ല. ഞാൻ ഇങ്ങനൊരു കോമൺ ആണ്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഭൂരിപക്ഷം കുറെ എന്ത് സാധനങ്ങൾ ഭയമുണ്ട്, പക്ഷെ ഈ കേസിൽ ഭയമില്ല. അതെന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഭയമില്ലാത്തതേ, ഞാൻ നിങ്ങളെ ഭയമില്ലായ്മ ഉദ്ദേശിച്ചത് ഇവിടെ ദുനിയാവില് നിങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന അക്രമങ്ങളെ നിങ്ങൾ ഭയപ്പെടണം എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഒരു മുസ്ലിമായി ജനിച്ച് നിങ്ങൾ ആഖിറത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് മോചനം നേടുന്നോ അന്നേ നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അല്ല, പക്ഷെ ഒരു പക്ഷേ നിയമങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാല്ലേ കുറച്ചെങ്കിലും മനുഷ്യർ കുറ്റകൃത്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടാവുക. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ മോഷ്ടിക്കാറുണ്ടോ? മോഷ്ടിക്കാറുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കടയിൽ നിന്ന്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കടയിൽ നിന്ന് ഒരു പേടൊക്കെ ഇടക്ക് തിന്നു. അത് കണക്കൊന്നുമില്ല. അല്ലാണ്ട് വലിയ മോഷണങ്ങളൊന്നുമില്ല. അയലോക്കത്തുള്ള പൈസ ഒക്കെ അടിച്ചു മാറ്റണം നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ആയില്ല, അങ്ങനത്തെ മോഷണം. അത് നിങ്ങൾ പോലീസ് പിടിച്ചോണ്ട് ഇടിക്കുന്നു പേടിച്ചിട്ടൊന്നല്ലല്ലോ. അല്ല, അങ്ങനെ നല്ലത് ഞാൻ അള്ളാഹ് ശിക്ഷിക്കുന്നു പേടിച്ചിട്ടാണ് നിങ്ങൾ മോഷ്ടിക്കാത്തത്? നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങളെ മനസ്സ് നിങ്ങളോട് പറയും അല്ല.
അതെ. ഏ അത് അത് എൻ- ആ ആ ആ സാധനം എന്റെ കാര്യത്തിൽ ഓക്കെയാണ്. കാരണം ഞാന് ഒരു ഉദാഹരണം പറയാം, 8 മാസത്തോളമായിട്ട് മെഡിക്കേഷനിലാണ്. ഈ 8 മാസം ഞാന് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. ഉം. അപ്പൊ അപ്പോ ഈ 8 മാസം ഞാൻ ജീവിതം നീട്ടിക്കൊണ്ടുപോയതിന്റെ ഒരൊറ്റ കാരണം ഈ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള ഭയമാണ്. ആ ഭയമല്ലേ ഞാൻ പറഞ്ഞത്. ഉം. നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു ബാങ്ക് കൊള്ളയടിക്കാമെന്ന് ചിന്തിക്കാതിരുന്നത് നിങ്ങള് അത് മോശമാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ, പോലീസ് പിടിക്കുന്നുള്ള പേടിയിലാണോ, അതോ മോഷണം തെറ്റാണെന്നുള്ള ബോധത്തിലാണോ? അതെന്റെ എന്റെ എന്റെ മതം അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മോഷ്ടിക്കും? അല്ലെങ്കിൽ ഒരു പക്ഷെ മോഷ്ടിച്ചേനെ. ഇങ്ങനത്തെ ആൾക്കാരെ പേടിച്ചിട്ടാണ് രാജ്യത്ത് നിയമം ഉണ്ടാക്കി വെച്ചത്. അല്ലെങ്കിൽ നിയമത്തിന്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. നിങ്ങൾ എത്ര എത്ര വലിയ അബദ്ധമാണ് ഇപ്പൊ പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണ് നിങ്ങൾ തിന്മ ചെയ്യാത്തതെങ്കിൽ ഓക്കെ, ആ പോയിന്റ് പറ. നിങ്ങൾ തിന്മയിൽ ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രേരണ അത് ഉള്ളിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്. അങ്ങനെയല്ല നമ്മൾ മനുഷ്യര് ധാർമ്മിക ബോധമുള്ളവരാവേണ്ടത്. ഇപ്പൊ ഞാൻ പിന്നെ മതം വിടുന്നതിന് മുമ്പ് ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു മീൻസ് ചെയ്യാതിരുന്ന ഏതെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഉം. ഒരു ഒരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ മദ്യപിക്കുക. ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് മദ്യപിക്കാതിരുന്നത് എന്റെ എന്താ പറയാ പടച്ചോനെങ്ങാനും എന്നെ മദ്യപിച്ചിട്ട് നരകത്തിൽ നിന്ന് പേടിച്ചിട്ടല്ല, മദ്യം എന്താണെന്നും എന്തുകൊണ്ടത് പാടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് ഭൗതികമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളെയും നമ്മൾ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുമ്പോൾ മനുഷ്യരെങ്ങനെയാണ് സാമൂഹിക ധാർമ്മികത മനസ്സിലാക്കേണ്ടത് ആ കോലത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ ഈ ചിന്ത ഒന്നും വരൂല. അല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഭൂരിഭാഗം പേരും ഈ വിശ്വാസ പ്രമാണങ്ങൾ കാരണമാണ് മദ്യപിക്കാത്തതും. അത് ആ ആളുടെ പ്രശ്നമാണ്. ആ ആൾ അങ്ങനെ പരിശീലിപ്പിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും മോശം കാര്യങ്ങൾ മോശം എന്ന് തന്നെ പറയുന്ന ഒരു നിയമപുസ്തകത്തോടെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുള്ളൂ. അതിന്റെ അപകടം എന്താ അറിയോ? ഒരു വൺസ് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടാൽ ചിലപ്പോ നിങ്ങൾ ഒരു കുപ്രസിദ്ധ കൊള്ളക്കാരനായി മാറും. എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങളാ മൂല്യം പഠിച്ചത് അത്രയും വികലമായ രീതിയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് സമൂഹത്തിന് ഭീഷണിയായി മാറും. പക്ഷെ നമ്മൾ ആധുനിക ലോകത്ത് മനുഷ്യന്മാര് ധാർമ്മികത പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ മരിച്ചു എന്നിട്ടുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ ഒരു ഉദാഹരണം, കുറച്ചുകൂടി ലളിതമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങി തന്നു വിചാരിച്ചു നിങ്ങളിപ്പ. അപ്പൊ ഇപ്പൊ ബൈക്കിന്റെ കൂടെ ഒരു ഹെൽമെറ്റ് വാങ്ങി തന്നിട്ട് നിങ്ങളോട് പറയാണ് പിന്നെ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഇറക്കരുത് റോട്ടിൽ പോലീസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോലീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഹെൽമെറ്റ് വെക്കും, അല്ലേ? സത്യത്തിൽ ഹെൽമെറ്റ് വെക്കണ പോലീസ് പിടിക്കാതിരിക്കാനാണോ? അതെ. അല്ല, സത്യത്തിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടത് പോലീസ് പിടിക്കാതിരിക്കാനാണോ? അല്ല, അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇതേ സാധനമാണ് എല്ലാ സോഷ്യൽ മൊറാലിറ്റിയിലും ബാധിക്കുക. മനസ്സിലായോ? നമ്മൾ ഒരാളെ അകാരണമായിട്ട് ആക്രമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് നിങ്ങളോടും വേറെ ആരും അക്രമം കാണിക്കാൻ പാടില്ല. അതൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സമൂഹം പൊതുവിൽ പരസ്പരം പരിഗണിക്കേണ്ടുന്ന കാര്യമാണ്. അത് അനുവദിച്ചു കൊടുത്താല് നിങ്ങൾ ഇന്നെ തല്ലി, ഞാൻ നിങ്ങളെ തല്ലി, അപ്പുറത്തവൻ മറ്റവനെ തല്ലി, ഇങ്ങനെ ഈ തല്ല് തന്നെ നടക്കൂടെ? അപ്പൊ നമ്മളെ അത് എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോ ഈ നിശിതമായി വിമർശിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം ഇത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ടോ? അതായത് അത് ആ മാനവികതയ്ക്കെതിരായി, അതായത് ഭൗതികമായിട്ടുള്ള ഒരു മനുഷ്യനെതിരായിട്ട്, ഭൗതിക ചിന്തക്കെതിരായിട്ട്, അതായത് മനുഷ്യത്വത്തിനെതിരായിട്ട്, മനുഷ്യത്വ വിരുദ്ധമായിട്ട്. മനുഷ്യത്വ വിരുദ്ധമാണല്ലോ. ഇപ്പൊ മനുഷ്യര് എന്താ മാനവികത? നമ്മൾ ഇന്ന് ആധുനിക മാനവികത അല്ലെങ്കിൽ മനുഷ്യർ പൊതുവിൽ അംഗീകരിക്കുന്ന മാനവികത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശവും അതിനുള്ള അർഹതയുള്ളവരാണ്, അല്ലെ?
മതം അങ്ങനെ ഒരു കൺസെപ്റ്റ്, മതം മനുഷ്യനെ പ്രാഥമികമായിട്ട് രണ്ടായി തിരിക്കും. ഒന്ന് വിശ്വാസി എന്നും ഒന്ന് അവിശ്വാസി എന്നും. ഉം. അല്ലേ? ഉം. എല്ലാ കാര്യങ്ങളിലും ഈ വേർതിരിവ് വെച്ചിട്ടാണ് മതം മുന്നോട്ട് പോകുന്നത്. ഉം. അതാണ് ഏറ്റവും വലിയ മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് മനുഷ്യരെ ആദ്യമേ തന്നെ പല വിഭാഗങ്ങളാക്കി, തട്ടുകളാക്കി തിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ. ഉം. പിന്നെ മാനവികത പറയുന്നു. അടിമത്തം അനുവദിച്ചിട്ട് മാനവികത പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അടിമത്തം അനുവദിക്കുന്നത് എവിടെ? അടിമത്തം കൃത്യമായിട്ട് അടിമത്തം അതിന്റെ എല്ലാ ഫോർമാറ്റിലും ഇസ്ലാമിലുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഇവിടെ പറയാറുണ്ട്, ആകെ ഒരു ഒരു ഇത് മാത്രം, യുദ്ധത്തടവുകാർ എന്നുള്ള ഒരു ഇത് മാത്രം അനുവദിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഞാന് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആഫ്രിക്കൻ കൺട്രീസില് ഉം. ഈ ഏഹ്, ഏഹ്, സ്ത്രീകളുടെ അതായത് ഈ ഫീലിങ്സ് ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേക പാർട്ട് നീക്കം ചെയ്യുന്ന ഒരു തരം അത് ആഫ്രിക്കൻ കൺട്രീസിലെ പ്രത്യേക പ്രശ്നമൊന്നുമല്ല. അത് ഹദീസിലുണ്ട്. അൽ ഖിത്താൻ എന്ന് പറഞ്ഞാല് ആണിനും പെണ്ണിനും ബാധകമാണെന്നാണ് ഈ ഒരു 5 കൊല്ലം മുമ്പ് ഇവിടെ മൊലിയാർ പ്രസംഗിച്ചത്, ഹദീസ് ഓതിയിട്ട്. അതില് ആ മറ്റേ ഭാഗം നീക്കം ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? അത് നീക്കം ചെയ്യണതിന്റെ അളവും വ്യാപ്തിയൊന്നും എനിക്കറിയില്ല. ഉം. അത് ചേലാകർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ചേലാകർമ്മം ഇസ്ലാമിലുണ്ട്. അത് അല്ല, കുറച്ച് ഇത് സംഭവിക്കുന്നതോടെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നതോടെ ശരിക്കും ഒരു മനുഷ്യനുണ്ടാവുന്ന വികാരങ്ങളും സുഖങ്ങളും കിട്ടൂല എന്നുള്ളതാണ്. ആ ആ പാർട്ട് മിസ്സാവുന്നതോടെ ഉണ്ടാവുക. അതിപ്പോ നിങ്ങള് ഫീമെയിൽ ജെനിറ്റൽ ഇതിലേക്ക് മാത്രം പോണ്ട, അത് പുരുഷന്റെ കാര്യത്തിലും ബാധകമാണ്. പുരുഷന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പരാമർശം വരുന്നില്ലല്ലോ. പുരുഷന്റെ കാര്യത്തിലും നിങ്ങൾ ഈ പറഞ്ഞ പോരായ്മ ബാധകമാണ് എന്ന് ഞാൻ പറഞ്ഞതാ. അതൊക്കെ മനുഷ്യത്വരഹിതമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, വൃത്തികേടാണ്, ഒരു ക്രൂരതയാണ്. വൃത്തികേട് എന്നല്ല എന്ന് പറയാം, ക്രൂരതയാണ്. എന്താണ് ഈ സുന്നത്ത് കല്യാണം ചെയ്താൽ പറഞ്ഞോണ്ട് എന്താ കാരണം പറഞ്ഞത് നിങ്ങളോട്? മില്ലത്ത് ഇബ്രാഹിം അല്ലേ? വൃത്തി ശരിക്കും ആലോചിച്ച് അതൊക്കെ തന്നെയാണ് നമ്മളെ സ്ട്രോങ് ആക്കി ഇവിടെ പിടിച്ചു നിർത്തുന്നതിൽ ചില കാര്യങ്ങൾ അതാണ്. നമ്മളെ എന്ത് വൃത്തി? നിങ്ങളെ കണ്ണിന്റെ പോള നിങ്ങൾ മുറിച്ചു കളഞ്ഞിട്ട് നിങ്ങളെ കണ്ണ് വൃത്തിയായിട്ടിരിക്കണേ ആണോ? കണ്ണിന് 2 പോളയല്ലേ, വെറുതെ ഇങ്ങനെ വന്ന് അടയും അത് ഇടക്കിടക്ക്. ആ. അത് ഇങ്ങനെ അതാണ് മുറിച്ചു കളഞ്ഞാൽ നിങ്ങളെ കണ്ണ് ഇതിനേക്കാൾ വൃത്തിയാവൂലേ? കണ്ണിന്റെ ഇടയിൽ പീളയൊന്നും കിട്ടൂല. ചില ദിവസമല്ലേ കണ്ണിൽ പിന്നെ പഴുപ്പ് വരും ചില ആൾക്കാർക്ക്. ഉം. പിന്നെ ഇങ്ങനെ കണ്ണ് ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. ഉം. അതൊന്നും ഉണ്ടാവില്ലല്ലോ, ആ പീള 2 മുറിച്ചു കളഞ്ഞാൽ പോരെ? ആലോചിച്ചു നിങ്ങളപ്പോ വേണ്ടത്? അല്ല, ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വേറെയും കേട്ട് കുറെ തെളിവുകൾ. അതാ പറഞ്ഞത്, കണ്ണ് ഇങ്ങനെ പീള വന്ന് ഒട്ടി ആകെ അൽക്കുലത്താവൂലല്ലോ, എന്താ മുറിച്ചാളത്ത് നമ്മള്? അല്ല, ഇതിനെ അംഗീകരിക്കുന്നുണ്ട് പലരും. ഇത് ഒരു വിഭാഗം മാത്രം കമ്മ്യൂണിറ്റി മാത്രം ചെയ്യുന്ന. അപ്പൻഡിക്സ് ഇല്ലേ, അപ്പൻഡിക്സ് ഉം. ഇന്ന് നമ്മളെ മനുഷ്യ ശരീരത്തിൽ ആവശ്യമില്ലാത്ത സാധനമാണ്. ഉം. ഒരാവശ്യമില്ലാത്ത സാധനം. പ്രത്യേകിച്ച് നമ്മള് ഈ മോഡേൺ രീതിയിൽ പാചകം ചെയ്ത ഫുഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പുല്ലൊന്നും തിന്നാത്ത കാലത്തോളം, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പച്ച ഇറച്ചിയൊന്നും തിന്നാത്ത കാലത്തോളം നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് അപ്പൻഡിക്സ്. ഉം. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ രാവിലെ മുതൽ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അപ്പൻഡിക്സിൽ ഇൻഫെക്ഷൻ വന്നു, ആ ആളോട് പോയിട്ട് പറയാണ് അത് പിന്നെ സർജറി റിമൂവ് ചെയ്യണം. അത് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് അല്ലേ ശരിക്കും? അതും മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അപ്പൻഡിക്സിന്റെ പെയിൻ ഉണ്ടാവില്ല. അപ്പൊ ചെറിയ കുട്ടികളെ എല്ലാരും നിർത്തി അപ്പൻഡിക്സും കൂടെ റിമൂവ് ചെയ്തിട്ട് വിട്ടാ പോരെ? സുന്നത്ത് കഴിക്കണേന്റെ കൂടെ ആരും ചെയ്യാറുണ്ടോ? അപ്പൻഡിക്സ് നമുക്ക് ഒരു ഉപകാരമില്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങളുടെ ചേലാകർമ്മത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്ന ഫോർസ്കിന് അതിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അവിടെ ഇൻഫെക്ഷൻ വരുന്നത് വൃത്തിയാക്കാത്തോണ്ടാ. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ മുഖം നിങ്ങൾ രാവിലെ പല്ല് വെച്ച് നിങ്ങൾ വായ നാറൂലേ? അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ? അല്ല, കോമൺലി നമ്മൾ ആ അവയവത്തെ ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ഫോർസ്കിൻ നീക്കം ചെയ്യുമ്പോഴുള്ള ഗുണം. ഫോർസ്കിൻ ഉള്ളപ്പോൾ അതിൽ വിയർപ്പും മറ്റ് സുഹൃത്തെ, നിങ്ങളെ കക്ഷത്തും രോമുണ്ട്, കക്ഷമുണ്ട്. അവിടെ ആ കക്ഷത്തെ രോമത്തിന് ഒരു ധർമ്മമുണ്ട്. ഇപ്പോഴല്ല, അത് ചിലപ്പോ ഇപ്പൊ ഉപയോഗം ഉണ്ടാവില്ല, പണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ടാവും.
പക്ഷെ ഫോസ്കിന് ഇപ്പോഴും ആ ഉപയോഗം ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന നിങ്ങള് പിന്നെ ഫോസ്കിന്റെ എന്താ പറയാ അതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. അതിന് കൃത്യമായ ധർമ്മം അതിനുണ്ട്. പിന്നെ അവിടെ വിയർപ്പുണ്ടാവുന്നു, അവിടെ പിന്നെ ചില ലൂബ്രിക്കൻസ് ഉണ്ടാവുന്നു. അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യന്റെ ശരീരത്തില്. ആ വായിൽ ഇങ്ങനെ തുപ്പലുണ്ടാവില്ല. നിങ്ങൾ മൂക്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു നനവുണ്ടായി വരുന്നില്ലേ? ചില ആൾക്കാർ ഇങ്ങനെ കയ്യൊക്കെ ഇട്ടിട്ട് മാന്തി എടുക്കും അല്ലേ? ഉം. അങ്ങനെ കട്ടയാവും. ഉം. പല പ്രശ്നങ്ങളും ഇല്ലേ? അത് വിചാരിച്ച് നമ്മൾ ആരും മൂക്കം ചെത്തി കളയാ അല്ലല്ലോ. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. വാക്സ് വരും മൂക്കിനകത്ത്, അത് നമ്മളത് എടുത്ത് കളയും. അപ്പൊ അതിനൊക്കെ ഒരു ധർമ്മമുണ്ട് ശരീരത്തിൽ. ആ ശരീരത്തിൽ അതിന്റെ ഒരു ചില ധർമ്മമുണ്ട്. അപ്പൊ ഫോസ്കിന്നിന് കൃത്യമായ ഒരു ധർമ്മമുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് എന്താ പറയാ നമ്മള് മനസ്സിലാക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെന്താന്ന് വെച്ചാല് നമ്മള് പോയതിനെ കുറിച്ച് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓൾറെഡി പോയി, അത് പിന്നെ നമ്മള് വേണ്ടാത്തോണ്ട് കളഞ്ഞാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ല, കൂടുതൽ പേരും ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൂടി അതിന്റെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫോളോ ചെയ്യുന്നു. നമ്മളെ നാട്ടില് എത്ര ശതമാനം ആൾക്കാരാണ് ഈ സുന്നത്ത് ചെയ്ത് നടക്കുന്നത്? മുസ്ലിങ്ങളല്ലേ ചെയ്യണേ? ഉം. നമ്മളെ നാട്ടില് ഇന്ത്യ രാജ്യത്ത് 10% ആൾക്കാർ ചെയ്യണോ അല്ലേ? അല്ല, എനിക്കിപ്പോഴും മനസ്സിലാകത്തത് ഇത്ര മാത്രം നിർഭയത്തോടെയും പിന്നെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് ഒരു പേടിയില്ലാണ്ടിരിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കിയ ഒരു 3 4 5 ആഫ്റ്റർ ലൈഫ് ഇല്ല എന്ന സത്യം ബോധ്യപ്പെടുമ്പോ പേടി പമ്പ കിടക്കും, അത്രേ ഉള്ളൂ. അത് ആഫ്റ്റർ ലൈഫ് ബോധ്യപ്പെട്ടാലും ലിയാഖത്ത് അലി എന്ന ഒരു വ്യക്തിക്ക്, ഒരു യുവാവിന് അത് അല്ല അത്ര പിന്നെ അത്ര പിന്നെ നിർഭയത്വത്തോടെ പറയണമെങ്കിൽ അത്ര ഫാക്ടുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആക്കി ലിയാഖത്തിനെ അങ്ങനെ ആക്കിയ ഫാക്ടുകൾ ഉണ്ട് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതുണ്ട് എന്ന് പറയുന്ന ഈ ഒരു പാഠം പഠിപ്പിക്കുന്ന ഈ മതം, അതിന്റെ ക്വാളിറ്റി നോക്കിയാൽ മതി. മനസ്സിലായില്ല. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാന് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി, ഒരു ദൈവം ഉണ്ട് എന്ന് സങ്കല്പിച്ചിരുന്ന കാലത്ത്, എന്ന വിശ്വാസത്തിൽ ഇരിക്കെ ഈ മതം ആ ദൈവത്തിൽ നിന്നല്ല എന്ന് ബോധ്യപ്പെട്ട് മതം വിട്ട ആളാണ്. മനസ്സിലായോ? ഞാൻ നിരീശ്വരവാദി ആയതിന്റെ പേരിൽ ഇസ്ലാം ഉപേക്ഷിച്ച ആളല്ല. ഞാൻ ദൈവവിശ്വാസിയായിരിക്കെ ഇസ്ലാം ദൈവികമല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മതം ഉപേക്ഷിച്ച ആളാണ്. ഇപ്പൊ മനസ്സിലായോ? ദൈവികമല്ല എന്ന് പറയുമ്പോ അത് അത്രയും നീചവും നിഷ്ക്രിയത്വമുള്ള ഒരു സംഭവമായിരിക്കണല്ലോ. ആണല്ലോ, എന്താ സംശയം? അങ്ങനെ പറയാൻ കഴിയുന്നു? എങ്ങനെ നോക്കിയാലും അങ്ങനെയാണ്. നിങ്ങള് ഇസ്ലാം ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമാകുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിലൂടെ മാത്രം മനുഷ്യർ ആർജിച്ച ഒരു നന്മ പറഞ്ഞുതരാം, ഒരെണ്ണം. മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതില്, മനുഷ്യന്റെ ഇപ്പൊ മനുഷ്യരെ ആർജിക്കുന്ന ഈ പുരോഗതിയിലേക്ക് മനുഷ്യരെ നയിച്ച ഒരു കാര്യം, ഇസ്ലാം കണ്ടുപിടിച്ച് ഇസ്ലാം ഇല്ലെങ്കിൽ ഉണ്ടാവാതെ പോകുമായിരുന്ന ഒരു സാധനം. അല്ല, ഇസ്ലാമിലെ എഴുത്തുകാരും തത്വചിന്തകരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്ലാമിന് പുറത്തും ഉണ്ടായിരുന്നു, ഇസ്ലാമിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദിന്റെ എത്രയോ അല്ല, നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, എന്താണ് ഒന്നുകൂടി ചോദിക്കരുത്. മുമ്പ് ജീവിച്ച എത്രയോ തത്വചിന്തകന്മാരുടെ പിന്നെ പാഠങ്ങൾ ഇപ്പോഴും മനുഷ്യർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ചിന്തകൾ ഇപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഒരു സംഭവമല്ലെന്ന്. എന്തുള്ളത്? എന്തിന് ഒരു മനുഷ്യൻ എന്തിന് ഇസ്ലാം ഫോളോ ചെയ്യണം? നിങ്ങൾ ഭൗതികമായ ഒരു കാര്യം പറയും. ഞാൻ പറഞ്ഞുതരാം. അതായത്, ഒരു നല്ല പൗരനാവാനുള്ള എല്ലാ ഒരു ഇതും നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ 5 നേരം നിഷ്കരിക്കുന്നു, ഒരാൾക്ക് ഒരിക്കലും ഒരു തിന്മ ചെയ്യാനുള്ള ഒരു ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ്. ഒന്ന് ഷഹാദത്താണ്, കേവലം വ്യക്തിപരമായ കാര്യമാണ്. ഒരാള് ദൈവമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, പ്രവാചകനാണെന്ന് പഠിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ മാത്രം ഒരു ബോധ്യമില്ലാതെ സാക്ഷ്യം പറയുന്നു, ഷഹാദത്ത് കലിമ. രണ്ടാമത്തത് നിസ്കാരാണ്.
വ്യക്തിപരമായ കാര്യമാണ്. ഉം. അത് നാടിനും നാട്ടുകാർക്കൊന്നും പ്രത്യേകിച്ച് വേറെ ഉപകാരമുള്ള സാധനമൊന്നുമല്ല. മൂന്നാമത്തത് നോമ്പാണ്. ഉം. വ്യക്തിപരമാണ്. ഉം. പലതും അപകടകരമാണ് പല സന്ദർഭത്തിലും. സക്കാത്താണ്. ഉം. അത് മാത്രമാണ് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യം, ഉം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം. അതൊക്കെയാണ് പലരെയും പറയട്ടെ, സ്ട്രോങ് ആയിട്ട് നമ്മളെ പറയട്ടെ. ഉം. ആ സക്കാത്ത് വർഗീയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാനവികത ആ സക്കാത്ത് ഉൾക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മള് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റോഡുകളായാലും ആശുപത്രികളായാലും വിദ്യാലയങ്ങളായാലും എല്ലാ സംവിധാനങ്ങളും മനുഷ്യർ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് എടുത്ത് കണ്ടെത്തി ചെലവാക്കുന്നത്. ഉം. ഞാൻ IT ഫയൽ ചെയ്യുന്ന ആളാണ്. ഉം. നമ്മളെ വരുമാനത്തിന്റെ 5 മുതൽ 30% വരെ ഓരോ വർഷത്തെ വരുമാനത്തിന്റെ തോതനുസരിച്ചിട്ട് ഉം. നമ്മളെ വരുമാനത്തിന്റെ 5 മുതൽ 30% വരെ നമ്മൾ ഗവൺമെന്റിൽ കൊടുക്കുന്നുണ്ട്. ഉം. ഏതിനു പുറമെ നമ്മൾ സാധന സാമഗ്രികളും സേവനങ്ങളും വാങ്ങുമ്പോൾ നൽകുന്ന 5-18% GSTക്ക് പുറമെ ഉം. നമ്മളുടെ ആകെ വരുമാനത്തിന്റെ 5 മുതൽ 30%, സ്ലാബ് എവിടെ ചെന്ന് വീഴുന്ന ഓരോ വർഷം അതിനനുസരിച്ചിട്ട് ഉം. ഇത് എല്ലാവർക്കും കൊടുക്കും. ആ കൊടുക്കുന്ന ധനം കൊണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ജനവിഭാഗങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടും. ഉം. ഇസ്ലാമിന്റെ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ സക്കാത്ത് വീടുള്ളൂ. അതറിയാം നിങ്ങൾക്ക്? അല്ലല്ലോ. ദിമ്മിക്ക് അത് സക്കാത്ത് ഉണ്ടോ? അതായത് ദരിദ്രർ എന്നാണല്ലോ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാണ്ട് മുസ്ലിം ആയിരിക്കാം. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളെ മാത്രം ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുള്ളൂ. അത് ഉറപ്പാണ്, നിങ്ങൾക്ക് ഉറപ്പാണ്? ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു? 100%. നിങ്ങൾ ഫിഖഹി ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കി. വേണ്ട, ദൂരത്തൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഉസ്താദ് ഇപ്പൊ പള്ളിക്കുന്ന് വീട്ടിൽ പോണ സമയത്തോ മഗ്‌രിബിക്ക് പള്ളിക്ക് പോണ സമയത്തോ നിങ്ങളടുത്ത് പാല് വാങ്ങാനോ എന്തിനേലും വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോ വെറുതെ മഗ്‌രിബിക്ക് നിസ്കരിക്കാൻ പോയി നോക്കി, പള്ളിത്തെ ഉസ്താദിനോട് നൈസായിട്ടും ചോദിച്ചു നോക്കി. സക്കാത്ത് നമ്മള് ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചുറ്റുമുള്ള ഒരു 10-50 വീട് നോക്കിയിട്ട് അതില് ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ട് നമ്മള് 2.5% കൊടുത്താൽ നമ്മള് സക്കാത്ത് വീടുമെന്നൊന്ന് ചോദിച്ചു നോക്കി. വിടൂല. അപ്പൊ അത് മാത്രമാണ് കേട്ടോ ഇസ്ലാം കാര്യങ്ങളിലെ നിർബന്ധിത ആരാധനക്രമങ്ങളിലെ ഒരു സാധനം മനുഷ്യന്മാരെ ബാധിക്കുന്ന ഒരെണ്ണം. പിന്നുള്ളത് ഹജ്ജാണ്. ഹജ്ജ് മക്ക ആരാണോ ഭരിക്കുന്നത് അവർക്ക് മാത്രം ഉപകാരമുള്ള സാധനമാണ്. എന്താണ് ഇസ്ലാമിലുള്ളത്? പിന്നെ വിശ്വാസ കാര്യങ്ങളാണ്, ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങളിൽ 6 മനുഷ്യനെ അരക്ഷിതാവസ്ഥയിൽ തളച്ചിടുന്ന സാധനം. അതായത് തെളിവുകളില്ലാത്ത, ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുക. അതാണ് ഈമാൻ കാര്യങ്ങൾ. ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കുക, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, അല്ലെ? പിന്നെന്താണ്? അവസാന അന്ത്യനാളിൽ വിശ്വസിക്കുക. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കുക. ഇതിലെവിടെയാണ് എന്താണ് മനുഷ്യർക്ക്, എന്താണ് ഈ ഭൗതികമായിട്ട് മനുഷ്യർ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിനെ പുരോഗതിയിലേക്ക് നയിച്ച ഇസ്ലാമിന്റെ സംഭാവന എന്താണ്? നിങ്ങൾ പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി അസമത്വം, അക്രമവും പിന്നെ നേരെ വ്യാഖ്യാനിച്ചും ദുർവ്യാഖ്യാനിച്ചും അരക്ഷിതാവസ്ഥയും അക്രമവും പ്രവർത്തിക്കാൻ 100 കണക്കിന് ആയത്തുകൾ ഖുർആനിലുണ്ട്. അതാണ് ഞാൻ ശരിക്കും നിങ്ങളെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. അത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അവർ കൊന്നൊടുക്കപ്പെടുകയോ, മീൻസ് അവർ ക്രൂശിക്കപ്പെടുകയോ കുരിശിലേറ്റപ്പെടുകയോ കൈകാലുകൾ എതിർദിശയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയോ അവർ നാടുകടത്തപ്പെടുകയോ ചെയ്യുകയാണ്. അത് അവർക്ക് ഈ ലോകത്തുള്ള നിന്ദ്യമായിട്ടുള്ള ശിക്ഷയാണ്. വലിയ ശിക്ഷ പടുത്തുകൊണ്ട് പരലോകത്ത് വരാണ്ടത്. എന്താണ്? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുക എന്ന ഈ ഖുർആൻ വചനം കൊണ്ട് ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് എന്താ അതിന്റെ വ്യാഖ്യാനം? നമുക്കൊരു ഉദാഹരണത്തിന് നമുക്കൊരു BJP-ക്കാരൊക്കെ രീതിയിൽ ഇതാക്കാം.
പിന്നെ BJP-ക്കാരൊക്കെ വിടി, നിങ്ങൾ ഇന്ന എന്താ ചെയ്യാ? ഞാൻ ഇപ്പൊ അള്ളാഹിനോട് റസൂലിനോട് പോരാടുന്ന ആളല്ലേ, അള്ളാഹുവിനോട് പോരാടുന്ന ആളല്ലേ. മുർത്തത്തിനായിട്ട് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, അത് വേറെ മുർത്തത്തുകൾ പറയുന്നുണ്ട്. അതെ മരണം അർഹിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ അത് ആ എന്താണ് സ്റ്റേറ്റ്മെന്റ് അത് ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക്. ഏത് മുർത്തത്തിനെ കൊല്ലണമെന്നോ? അതല്ല, അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് എനിക്ക് ഉറപ്പുള്ളതാണെന്ന് അറിയാം. എന്റെ പരിമിതമായ അറിവില്ല. 12ാം ക്ലാസ്സിലെ ഫിഖ് ഏതെങ്കിലും മദ്രസിൽ നിന്ന് വായിച്ചു നോക്കി. സുന്നി മദ്രസിലാണെങ്കിൽ 12ാം ക്ലാസ്സിലെ ഫിഖിലെ 12ാമത്തെ അധ്യായമാണ് രിദ്ദത്ത്. അപ്പൊ ഞാൻ പറയണത്, വിശ്വസിക്കാത്തവരെ ചീത്ത വിളിക്കുക, ഒരു ആദർശം ഒരാൾ പറഞ്ഞു അത് അംഗീകരിക്കാത്തവരൊക്കെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുക, വിഭാഗീയമായിട്ടുള്ള അതൊക്കെ എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? എന്താ ചെയ്യാ? ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫറുകളാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പലപ്പോഴായിട്ട് ഈ സമൂഹം അശുദ്ധർ തന്നെയാവുന്നതാണ് ഖുറാനിലുള്ളത്. എന്തൊക്കെ ഈ പറയപ്പെടുന്ന മുഹമ്മദ് നബി അവിടെ വന്ന് പറഞ്ഞു കൊടുത്ത ഈ ദീന്, ഈ വിശ്വാസം മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്ത രീതിയിൽ ആ ദീന് വിശ്വസിക്കാത്ത ആൾക്കാരെ മുഴുവൻ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക, അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുക, അവരെ എന്താ പറയാ വളരെ മോശം പദപ്രയോഗം ഉപയോഗിച്ചിട്ട് തേറി വിളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ചോദ്യം ചോദിക്കണവനെയൊക്കെ കൈകാര്യം ചെയ്യുക. അത് ഇതിനകത്ത് ഒന്നുമില്ല എന്ന പൂർണ്ണമായ ബോധ്യം. അത് ഞാൻ പറഞ്ഞത്, എന്റെ കേസിൽ അടിമത്തം എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ ഈ മതത്തിന്റെ എന്താ പറയാ അർത്ഥരാഹിത്യം ഒരു 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 സ്പാർക്കായിട്ട് വീണ ഒരു സംഭവം മാത്രമാണ്. അങ്ങനെ എത്ര 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 സംഭവങ്ങൾ. ഇസ്ലാം ഇന്നിപ്പോ ലോകത്ത് ഇസ്ലാം ഇല്ല എന്ന് വിചാരിക്കാം, എന്ത് സംഭവിക്കും ലോകത്ത്? അതുമൂലം ഉണ്ടാവുന്ന ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവില്ല. എന്താ രക്ഷിതാവ്? അതും ചോദിക്കണം, എന്താണ്ടാവുക? എല്ലാരും രാവിലെ നാളെ മുതൽ കക്കാൻ ഇറങ്ങും? എന്തെങ്കിലും അങ്ങനെയല്ല, ഇത് പിന്നെ എന്താണ് ഈ ഇസ്ലാം ഉള്ളതിന്റെ സംഭവത്തിലുള്ള ഒരു പേരിൽ പലരും ഞാൻ പറഞ്ഞു, ഉള്ളതിന്റെ പേരിൽ മാത്രം പലരും പല ഇതൊന്നും വിട്ടു നിൽക്കുന്നുണ്ട്. ഇസ്ലാം ഉള്ളതിന്റെ പേരിൽ മാത്രം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ എണ്ണം എത്രയാണ് ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? ഇസ്ലാമിന്റെ പേര് മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ പറയണേ. ഇസ്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നതിന്റെ പേരിൽ മാത്രം സംഘർഷമുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാം ഇന്ന് ഈ ലോകത്ത് ഇല്ലാതായാൽ എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. നാളെ രാവിലെ സൂര്യൻ ഉദിക്കും, വൈകുന്നേരത്ത് അസ്തമിക്കും, രാവിലെ എല്ലാവരും എഴുന്നേറ്റ് പല്ലേക്കും, കുളിക്കും, അപ്പിട്ട കഴുകും. ഇസ്ലാം ഇല്ലാതായിച്ചിട്ട് ആളുകള് പിന്നെ മുതൽ മുസ്ലിങ്ങൾ ആരും ചന്തി കഴുകാതിരിക്കൊന്നുമില്ല. ഒരു പല്ലും തേക്കും, ചന്തിയും കഴുകും, കുളിക്കും, ഒരു ജോലിക്ക് പോകും, ഭക്ഷണം വാങ്ങാനുള്ള സാധനങ്ങൾ കൊണ്ടുവരും, ദീനം വന്ന ആശുപത്രി പോകും. ഒന്നും സംഭവിക്കൂല. ഇത് എന്തോ ഒരു ഹലാക്കാണ് എന്ന് പറഞ്ഞ് കയറ്റി പേടിപ്പിച്ച് മനുഷ്യന്മാരെ നരകപ്പേടി ഒഴിപ്പിച്ച് നിർത്തി, അത്രേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ നിങ്ങൾ മനസമാധാനമായിട്ട് ഇരുന്നൊക്കെ ഒന്ന് ആലോചിച്ചാല് എനിക്കുണ്ട് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന അതേ ധൈര്യം നിങ്ങൾക്കും കിട്ടും. അല്ല, എനിക്കറിയില്ല. ഞാനിപ്പോ നമ്മൾ അതുകൊണ്ടാണ് ഈ പേടിയാണ് നിങ്ങളെ ആ ആത്മഹത്യാ പ്രേരണ തരുന്ന ആ ഒരു പ്രശ്നത്തിലേക്ക് പോലും എത്തിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഈ പേടി ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഞാൻ പറയും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയിലെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ വിഷാദത്തിന്റെ ഒക്കെ കാരണം ഒരു ഭാഗത്ത് ഈ മതത്തിനെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ കയറ്റി വെച്ച പേടി ഒരു പ്രധാന ഘടകമായിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളിപ്പോ എന്താ പറയാ മരുന്നെടുക്കണ്ടെന്നല്ല പറഞ്ഞേ. നിങ്ങൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഐഡന്റിഫൈ ചെയ്യാനും അത് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷനും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അല്ല, ഈ ഉൾവലിയുന്ന പ്രകൃതം തന്നെയാണ് മുമ്പും.
അല്ല ആ പ്രകൃതത്തിനൊക്കെ എല്ലാത്തിനും പല കാരണങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളോട് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ സുദീർഘമായിട്ട് സംസാരിച്ചു. അപ്പൊ എന്റെ ഒരു ഒരു ബോധ്യമാണ്, മീൻസ് എന്റെ ഒരു ഇൻഡ്യൂഷനാണ്. ചിലപ്പോൾ തെറ്റാം ശരിയാവാം. പക്ഷെ നിങ്ങളത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ, അതിന്റെ മുറിവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി പറയല്ല, നിങ്ങൾ ചെയ്യണം എന്നാ ഞാൻ പറയാം. അപ്പോ വേറെന്താ? വേറെ 6:30 നിങ്ങൾ ഈ മഗ്‌രിബ് ഒന്നും നിസ്കരിക്കൂല? അപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായാലോ? എത്ര മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായില്ലേ? 6:30 വലിയ കൂടുതലല്ലേ? കട്ടിയല്ല സോറി കട്ടിയില്ല. ആ ഹലോ, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായില്ലേന്ന്? ഞാൻ ശരിക്കും നിങ്ങളെ ബന്ധപ്പെടുമ്പോഴും നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് അറിയേണ്ടതും, അതായത് ഇത്ര നിർഭയത്തോടെ സംസാരിക്കാൻ മാത്രം, ഇത്ര നിർഭയത്തോടെ പിന്നെ ആ ഒരു അപ്പോസിൽ സ്വീകരിക്കാൻ മാത്രം നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് എനിക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ശരിയാണ്. അങ്ങനെ തന്നെ പോരെ. ഒറ്റയടിക്ക് എന്റെ പ്രോസസ്സ് പറഞ്ഞത്, എന്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു 7-8 വർഷം, 8 മുതൽ 10 വരെ വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയാ, ഒരു പ്രോസസ്സാണത്, ഒരു ജീവിതമാണ്. അത് നമുക്കിപ്പോ ഒരു കോളിലോ 2 കോളിലോ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യവും വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ കോറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊക്കെ ഇന്ന് സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ ബാക്കി ഇതിന്റെ വിശദാംശങ്ങളാണ്. അപ്പതാ നിങ്ങൾക്കുള്ള വിളി വന്നു, നിങ്ങൾ പോയിക്കോളി. അപ്പൊ എന്നാ ഇനി എപ്പോഴേലും സംസാരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ഈ ഡൗട്ട് ഉള്ളവ വിളിക്കുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ സമയം